എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ പെരുക്ക്. ഇന്ന് നമുക്ക് പച്ചമാങ്ങ പെരുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേറെ പേര് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയിട്ടില്ല. ഇതെൻ്റെ ഫ്രണ്ട് രജനി എനിക്ക് പറഞ്ഞു തന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു ചെറിയൊരു പച്ചമാങ്ങ എടുത്തേക്കണം. ഇത് തോലൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഇതേപോലെ തന്നെ ഒരു സബോള അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് നാളികേരം, തേങ്ങ ചെരുകിയതാണ്. ഇപ്പോൾ ഇതൊരു ചെറിയ മാങ്ങയായ കാരണം കൊണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങ. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു അരക്കപ്പ് തൈര്. തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് മതി. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പുളി ഇല്ലാത്ത തൈരാണ്, അത് കാരണം ഞാൻ കുറച്ച് ഒരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മാങ്ങ അങ്ങനെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ കൊത്തി അരിയൂലേ, അതേമാതിരി ഇങ്ങനെ ആക്കിയിട്ട് കൊത്തി കൊത്തി അരിഞ്ഞാൽ മതി. അപ്പം നല്ല ചെറുതായിട്ട് മാങ്ങ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ കണ്ട നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടി. ഇതേപോലെ നമുക്ക് ഈ മാങ്ങ മുഴുവൻ അരിഞ്ഞെടുക്കാം. അപ്പോൾ മാങ്ങയും സബോളയൊക്കെ അതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇപ്പം നമ്മൾ തേങ്ങയും തൈരും പച്ചമുളകും കൂടി നന്നായിട്ട് അരച്ചെടുത്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അന്ന് അരച്ചെടുക്കാം. കടുകും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തു. ഇത് കടുകും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് മിനുസായിട്ടൊന്നും അരയ്ക്കേണ്ട. എന്നിട്ട് നമുക്ക് ഈ മാങ്ങയും സബോളയും കൂടി ചക്കടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. നിങ്ങൾക്കിത് ഒരുപാട് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അതല്ല കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. ഉപ്പൊക്കെ നോക്കുക കറക്റ്റാണോ എന്ന്. ഇനി നമുക്കിത് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാകുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക്, കറിവേപ്പില. തീ സിമ്മിലാക്കിയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തിളക്കിയൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് തിളയ്ക്കാനൊന്നും പാടില്ല. ഇപ്പം നമ്മൾ തീ സിമ്മിലാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം അത്രയും മതി, ഒന്ന് ചൂടായാൽ മതി. തീ ഓഫ് ചെയ്യാം. ഇത്രയുള്ള നമ്മുടെ പച്ചമാങ്ങ പെരുക്ക്. അപ്പോൾ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിന് മെയിൻ ഡിഷായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. നമ്മൾ മെയിൻ ഡിഷായിട്ടാണ് എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. അല്ല സൈഡ് ഡിഷായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.